കോട്ടയം മെഡിക്കൽ കോളേജ് കെട്ടിടത്തിലെ ഒരു ഭാഗം ഇടിഞ്ഞു വീണ് മരണപ്പെട്ട വൈക്കം സ്വദേശിനി ബിന്ദുവിന്റെ കുടുംബത്തിന് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് 10 ലക്ഷം രൂപ ധനസഹായം അനുവദിക്കാൻ മന്ത്രിസഭായോഗം തീരുമാനിച്ചതായി മന്ത്രി വി എൻ വാസവൻ കോട്ടയത്ത് മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു. സ്ഥിരമായ ഒരു ജോലി വേണം. അന്ന് നമ്മൾ ആദ്യം തന്നെ ആ താൽക്കാലികമായ ജോലിയുടെ കാര്യം നിർദ്ദേശിച്ചിരുന്നു. അതുപോലെ സ്ഥിരമായ ഒരു ജോലി കിട്ടണമെന്നൊരാവശ്യമാണ് അവർ മുന്നോട്ട് വെച്ചത്. പരിഗണിക്കുമെന്ന് പറഞ്ഞിരുന്നു. ഇന്നത്തെ ക്യാബിനറ്റ് സ്ഥിരമായ ഒരു ജോലി മകന് കൊടുക്കുന്നതിന് വേണ്ടി തീരുമാനിക്കുകയുണ്ടായി. 3, കുടുംബത്തിനൊരു ധനസഹായം ആവശ്യപ്പെട്ടിരുന്നു. ആ ധനസഹായം 10 ലക്ഷം രൂപ കൊടുക്കുന്നതിന് വേണ്ടി ക്യാബിനറ്റ് തീരുമാനിച്ചു. 4-ാമത്തെ കാര്യം, ആ വീട് പണി പൂർത്തിയാകാതെ നിൽക്കുകയായിരുന്നു. അതിന് സംസ്ഥാന ഗവൺമെന്റ് സാമൂഹ്യനീതി വകുപ്പിൽ നിന്ന് 12 ലക്ഷം രൂപയുടെ എസ്റ്റിമേറ്റ് അംഗീകരിച്ച് അത് കൊടുക്കാൻ തീരുമാനിച്ചു. ബിന്ദുവിന്റെ മകൻ നവനീതിന് ഉചിതമായ ജോലി നൽകാൻ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിനോട് ശുപാർശ ചെയ്യും. ബിന്ദുവിന്റെ മകളുടെ തുടർ ചികിത്സയ്ക്കും വീടിന്റെ ബാക്കി നിർമ്മാണത്തിനും സർക്കാരിന്റെ പിന്തുണയുണ്ടെന്നും മന്ത്രി പറഞ്ഞു. അതേസമയം സർക്കാർ പറഞ്ഞ കാര്യങ്ങളെല്ലാം കൃത്യമായി ചെയ്തു തരുന്നതായി മരണപ്പെട്ട ബിന്ദുവിന്റെ ഭർത്താവ് വിശ്രുതൻ പ്രതികരിച്ചു. സർക്കാരിന്റെ കാര്യങ്ങൾ അതിന്റെ മറുപോലെ കാര്യങ്ങൾ നടക്കട്ടെ. അപ്പോൾ നമ്മൾ അത് ആലോചിക്കേണ്ട. അത് തരാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നിട്ടുണ്ട്, തരാം, അവർ തരും. അപ്പം അതിന്റെ വഴിക്ക് നടന്നുണ്ട്. അല്ലാതെ ഞാനിപ്പോൾ അതിന്റെ പുറകിലൊന്നും പോകുന്നില്ല. നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഇതെല്ലാം, പക്ഷേ അതിന്റെ വഴിക്ക് ഞാൻ പോകുന്നില്ല. എൻ്റെ കാര്യം ഇപ്പോൾ കൊച്ചിൻ്റെ ഓപ്പറേഷനും കാര്യങ്ങളും അതിൻ്റെ ആരോഗ്യം വീണ്ടെടുക്കട്ടെ, അതേ ഉള്ളൂ എനിക്ക് പറയാനുള്ളത്. എല്ലാ ചികിത്സകളും കൃത്യമായി ലഭിക്കുന്നു. തീർച്ചയായും എല്ലാ കാര്യങ്ങളും സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് എനിക്ക് കിട്ടുന്നുണ്ട്. ഈ ഇവിടുത്തെ കൊച്ചിൻ്റെ കാര്യത്തിന് എല്ലാം നടന്നുണ്ട്. എല്ലാ കാര്യങ്ങളും അതിനുണ്ട്. അതിൽ കൂടുതലൊന്നുമില്ല. നിങ്ങളെടുത്ത് തരണമെന്നോ പറയണമെന്നൊക്കെ എനിക്ക് ആഗ്രഹമുള്ള കാര്യം. നിങ്ങളായാലും ആദ്യമായിട്ട് വന്നേ. ഓക്കെ, എല്ലാ കാര്യങ്ങളും പറഞ്ഞു. എല്ലാം ഉണ്ടതിനകത്ത്. സർക്കാരിൽ വിശ്വാസമുണ്ടെന്നും മറ്റൊന്നിനും പിന്നാലെ പോകാനില്ലെന്നും വിശ്രുതൻ മാധ്യമങ്ങളോട് പറഞ്ഞു.